ഹായ് ഡിയർ സ്റ്റുഡൻസ്, എം ടെക്കിൻ്റെ തേർഡ് മൊഡ്യൂളാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. എന്താണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ പ്രോഡക്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അച്ചാറാണെന്ന് വിചാരിച്ചു, പിക്കിൾ. ഞാൻ അത് പല രീതിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഓരോ രീതിയിൽ ഉണ്ടാക്കുമ്പോഴും അതിന് ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇൻഗ്രീഡിയൻസ് മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും. അതിൻ്റെ ക്വാണ്ടിറ്റി മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം കുറേ രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ അച്ചാറുകൾ ഉണ്ടാക്കുകയാണ് പല രീതികളിൽ. ചിലതിൽ പുളിപ്പായിരിക്കും കൂടുതൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്, ചിലതിൽ എരി കൂടിയതായിരിക്കും, ചിലതിൽ കുറച്ച് മധുരം കൂടെ ഉള്ള രീതിയിലായിരിക്കും. അങ്ങനെ ഒരു സെയിം അച്ചാർ തന്നെ ഞാൻ പല രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് സാമ്പിളാക്കി സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന സാമ്പിൾ ഏതാണോ ആ സാമ്പിളായിരിക്കും ഭാവിയിലോട്ട് ഞാൻ എൻ്റെ ട്രേഡായിട്ട് കൊണ്ടു നടക്കാൻ പോകുന്നത്. അതാണ് എൻ്റെ ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ ഒരു സാധനത്തിന് തന്നെ കുറേ സാമ്പിളുകളിൽ നിന്ന് ഏതായിരിക്കും നല്ല ഒരു ഇപ്പം അഗ്രികൾച്ചറിൻ്റെ കേസിലാണെങ്കിൽ ഏതായിരിക്കും നല്ല രീതിയിൽ ഈൽഡ് വരുന്നത്, അങ്ങനെ ഏതാണ് ദ ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ടും അനാലിസിസ് ഓഫ് വേരിയൻസ് യൂസ് ചെയ്യുന്നത്. അതായത് മാത്തമെറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളുകൾ ഒരുപോലെ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മീനുകൾ സെയിം ആവുന്നുണ്ടോ, വേരിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, ഈ രീതിയിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള ഇപ്പോൾ ഒരു ഈൽഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ഈൽഡ് നന്നാവാനുള്ള കുറേ കാരണങ്ങൾ കാണും. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാമായിരിക്കും, കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യം സംഭവിക്കുമ്പോഴത്തേക്കും നമുക്ക് നോൺ ഫാക്ടേഴ്സും കാണും, അൺനോൺ ഫാക്ടേഴ്സും കാണും. ഈ അൺനോൺ ഫാക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് റാൻഡം വേരിയേഷൻ എന്നാണ്. നമ്മൾ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് ഉപയോഗിച്ച് ഈ ഫാക്ടേഴ്സിനെ നോൺ ഫാക്ടേഴ്സായും അൺനോൺ ഫാക്ടേഴ്സായും എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് കണ്ടുപിടിക്കാനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത്, എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലേ നമുക്ക് ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ത് ചെയ്യാൻ പറ്റുമോ, അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്ന അസംഷൻസ്. ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്നെന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് ആയിരിക്കണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന പോപ്പുലേഷൻ എടുക്കുന്ന ഈ സാമ്പിൾസ് ഉണ്ടല്ലോ, പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന സാമ്പിൾസ് അല്ലേ. അപ്പൊ പോപ്പുലേഷന് സെയിം വേരിയൻസ് വേണം. സാമ്പിൾസ് സെലക്ട് ചെയ്യുന്ന പോപ്പുലേഷന് വേരിയൻസുകൾ സെയിം ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്, സാമ്പിൾസ് സെലക്ട് ചെയ്യുന്ന പോപ്പുലേഷൻസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കാം. രണ്ടാമതായിട്ട് ആ പോപ്പുലേഷൻസിന്റെ വേരിയൻസുകൾ സെയിം ആണ്. രണ്ടാമതായിട്ട് നമ്മൾ ആ സാമ്പിൾസ് എടുത്തേക്കുന്ന പോപ്പുലേഷൻ ഉണ്ടല്ലോ, അപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പോപ്പുലേഷൻ ആയിരിക്കുമല്ലോ അതിൻ്റെ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത്. ഈ പോപ്പുലേഷൻ്റെ വേരിയൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. മൂന്നാമതായിട്ട് സാമ്പിൾസിൽ വരുന്ന ഒബ്സർവേഷൻസ് എടുക്കുക. ഈ ഒബ്സർവേഷൻസിനെ റാൻഡം ആയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. റാൻഡംലി സെലക്റ്റഡ്. റാൻഡം സാമ്പിൾസിൽ വരുന്ന ഒബ്സർവേഷൻസ് റാൻഡം ആയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ദേ മസ്റ്റ് ബി റാൻഡംലി സെലക്റ്റഡ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ ഒബ്സർവേഷൻസ്, സാമ്പിളിൽ വരുന്ന ഒബ്സർവേഷൻസ് നോൺ കോറിലേറ്റഡ് റാൻഡം വേരിയബിൾസ് എഴുതണം. എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധമില്ലാത്ത എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് റാൻഡം വേരിയബിൾ എടുത്താൽ അവ തമ്മിൽ റിലേഷൻഷിപ്പ് പാടില്ല, നോ കോറിലേഷൻ. ഓക്കെ, കോറിലേറ്റഡ് റാൻഡം വേരിയബിൾസ് എഴുതണം. എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധമില്ലാത്ത എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് റാൻഡം വേരിയബിൾ എടുത്താൽ അവ തമ്മിൽ റിലേഷൻഷിപ്പ് പാടില്ല, നോ കോറിലേഷൻ.
ഓക്കെ, ദേ മസ്റ്റ് നോട്ട് ബി റിലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും ഒരാൾ മറ്റേയാളെ അഫക്റ്റ് ചെയ്യരുത്. അപ്പോൾ നോൺ കോറിലേറ്റഡ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് വേണം എവിടെ വരാൻ? നമ്മളുടെ ഒബ്സർവേഷൻസിന്റെ ഉള്ളിൽ വരാൻ. വീണ്ടും അഞ്ചാമതായിട്ട് ഏത് ഒബ്സർവേഷൻ എടുത്താലും ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിന്റെ സം ഓഫ് ഇഫക്ട്സ് ആയിട്ട്. അപ്പോൾ അതിനെ എഴുതാൻ പറ്റണം, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിന്റെ നമ്മൾ എടുക്കുന്ന ഈ ഒബ്സർവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമ്മതായിട്ട് എനിക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു സബ്മിഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ എന്നെ മൊത്തത്തിൽ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യണം, എനിക്ക് ഈ ഒബ്സർവേഷനെ എഴുതാൻ പറ്റണം. എനി ഒബ്സർവേഷൻ ഈസ് ദ സം ഓഫ് എഫക്ട്സ് ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ്. അതായത് അതിൻ്റെ ആ ഇൻഫ്ലുവൻസിൻ്റെ എല്ലാം ഒരു സമ്മായിട്ടായിരിക്കണം എനിക്ക് ആ ഒബ്സർവേഷനെ പറയാൻ പറ്റുന്നത്. അടുത്ത ആറാമത്തത് വരുന്നത് റാൻഡം എറേഴ്സ്. നമ്മളിത് ചെയ്യുമ്പോൾ ഉള്ള എറേഴ്സും എന്ത് തന്നെ ആയിരിക്കണം, അതും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, 0 ആയിരിക്കണം. മനസ്സിലായോ? അതുപോലെ കോമൺ വേരിയൻസ് എന്ന് നമ്മൾ എന്തെന്ന് വിളിക്കണം, സിഗ്മ സ്ക്വയർ എന്ന് വിളിക്കണം. അവിടെ നമുക്ക് എന്തായിരിക്കണം, ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള മീൻ 0 എന്ന് എഴുതിയിട്ടില്ല, മീൻ എന്തായിരിക്കണം, 0 ആയിരിക്കണം കേട്ടോ. മീൻ 0യും കോമൺ വേരിയൻസ് സിഗ്മ സ്ക്വയറും ആയിരിക്കണം. ഇത് ഇത്രയാണ് എന്ത് വരുന്നത്, അസംഷൻസ് വരുന്നത്. അടുത്തത് അനാലിസിസ് ഓഫ് വേരിയൻസിനെ എനിക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് 1 വേ ക്ലാസിഫിക്കേഷനും രണ്ടാമത്തത് 2 വേ ക്ലാസിഫിക്കേഷനും. 1 വേ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എടുക്കുന്ന ഒബ്സർവേഷനെ, ഞാൻ കുറച്ച് ഒബ്സർവേഷൻസിനെ എടുക്കൂലേ, അതിനെ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ഗ്രൂപ്പ് ആക്കുന്നത് എന്തിൻ്റെ ബേസിസിലായിരിക്കും, ഒരു സിംഗിൾ ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് വാട്ടർമെലൻ്റെ അഗ്രികൾച്ചർ ഞാൻ നോക്കുകയാണ്, വാട്ടർമെലൻ്റെ കൃഷി നോക്കുകയാണ്. അപ്പോൾ അത് 2 ഫീൽഡിലാണ് വാട്ടർമെലൻ എടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് സിംഗിൾ ക്രൈറ്റീരിയ എനിക്ക് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഫെർട്ടിലൈസർ മാത്രം നോക്കുകയാണ്. ഞാൻ അവിടെ കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നു. അത് മാത്രമേ എനിക്ക് നോണായിട്ട് അറിയാവുന്ന ഒരു ഫാക്ടറുള്ളൂ. ഈ ഫാക്ടറിൻ്റെ ബേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഈൽഡിനെ ഈ 2 അല്ലെങ്കിൽ 2 3 ഒക്കെ എന്ത് ചെയ്യുന്നു, 2 ഇതിനെ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പാക്കുന്നു. അതിൻ്റെ ആ ഫെർട്ടിലൈസറിൻ്റെ ബേസിൽ ഞാൻ ഗ്രൂപ്പാക്കിയിട്ട് അതിൻ്റെ ബേസിൽ മാത്രം ഞാനൊരു ഒബ്സർവേഷൻ എടുത്ത് ചെയ്യുന്നതാണ് ഈ 1 വേ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇതേപോലെ തന്നെ 2 വേ ക്ലാസിഫിക്കേഷനിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, സിംഗിൾ ക്രൈറ്റീരിയ അല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 2 ക്രൈറ്റീരിയാസ് യൂസ് ചെയ്യാണ്, ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ആ 2 ഫീൽഡിലെയും ടെമ്പറേച്ചറും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വെച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഒബ്സർവേഷനെ ഗ്രൂപ്പ് ആക്കുന്നതും എന്നിട്ട് എന്ത് ചെയ്യുന്നതും അതിൻ്റെ ബാക്കി ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും. മനസ്സിലായോ? അപ്പോൾ 1 വേ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതിൽ ഞാൻ സിംഗിൾ ഒരു ക്രൈറ്റീരിയയിലായിരിക്കും ഞാൻ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. 2 വേ ക്ലാസിഫിക്കേഷനിലാണെങ്കിൽ 2 രീതിയിലായിരിക്കും ഞാൻ 2 ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് 1 വേ ക്ലാസിഫിക്കേഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ നൾ ഹൈപ്പോത്തിസിസ് എടുക്കുന്നു. അതെങ്ങനെയാണ് H0 എടുക്കുന്നത്, സാമ്പിളിൻ്റെ മീൻ ഈക്വൽ ആണെന്നാണ് എടുക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് മീൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ സാമ്പിളിൻ്റെ മീന് ഈക്വൽ ആണെന്ന് എടുക്കുന്നു. അടുത്തത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തെന്ന് എടുക്കും, നോട്ട് ഈക്വൽ എന്നെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എഫ് ടെസ്റ്റ് അപ്ലൈ ചെയ്യും. പിന്നെ നമുക്ക് ആൽഫ കണ്ടുപിടിക്കണം. ആൽഫയും ഡിഗ്രി ഓഫ് ഫ്രീഡവും കണ്ടുപിടിക്കണം. ഇതിനകത്ത് ആൽഫ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം, 0.05 എന്നെടുക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ K-1ഉം N-K ആണ് എടുക്കുന്നത് കേട്ടോ. N-K ആണ്. അതിൽ എന്നും കെയും എന്താണെന്നുള്ളതാണ് താഴെ ഞാൻ എഴുതിയേക്കുന്നത്. കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസും എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷനുമാണ്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയാം. എഫ് കണ്ടുപിടിക്കണം അല്ലേ. എഫ് എങ്ങനെ കണ്ടുപിടിക്കും, MSE/MSE അല്ലെങ്കിൽ എന്ത് വരും, MSCO/MSE വരും. എന്താണ് MSE എന്ന് പറയുന്നത്, മീൻ സ്ക്വയർ ബിറ്റ്വീൻ ദ സാമ്പിൾസ്. MSE എന്തുവാണ്, മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾസ്. ഇതെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ നമ്മൾ താഴോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കേണ്ടതുണ്ട്. അതായത് നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ വേണ്ട കുറച്ച് ആൾക്കാരാണ് T/N, SST, SSC, SSE,
വേണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് MSCയും MSEയും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നോക്കിയേ, ഞാനിവിടെ കുറച്ച് ഒബ്സർവേഷൻ കൊടുത്തിട്ടുണ്ട്. X1, X2, X3 എന്ന് പറഞ്ഞ് കുറച്ച് ഒബ്സർവേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ ഒബ്സർവേഷൻസാണ് ഞാൻ ഈ കോളത്തിൽ എഴുതിയേക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് T എന്നാണ് നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. ഈ എല്ലാ ഒബ്സർവേഷനും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, T എന്ന് പറയുന്നത്. എന്നിട്ട് സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. ഇനി അടുത്തത് T²/n എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്, എത്ര ഒബ്സർവേഷൻ ഉണ്ടെന്നുള്ളതാണ്. ABC 3, 4, 5, 6 ഒബ്സർവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 6 എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചേക്കണം. ഇതെന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കുന്നത്, SSTയും SSCയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഓർത്തോണം. ഈ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, C വരെയാണെങ്കിൽ ബിറ്റ്വീൻ ദ സാമ്പിളാണ്, E വരെയാണെങ്കിൽ വിത്തിൻ ദ സാമ്പിളാണ്. C വരെയാണെങ്കിൽ ബിറ്റ്വീൻ ദ സാമ്പിൾ. അപ്പോൾ SSC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിത്തിൻ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ സാമ്പിളാണ്. E എന്ന് പറയുന്നത് ഇത് ബിറ്റ്വീൻ ദ സാമ്പിളാണ്, ഇതെന്താണ് വിത്തിൻ ദ സാമ്പിളാണ്. T എന്ന് പറയുന്നത് ടോട്ടലാണ്. ഓക്കെ, അപ്പോൾ ഈ T ഇവിടെ ക്യാപിറ്റൽ T എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് ഈ ഒബ്സർവേഷൻസിൻ്റെ എല്ലാം ടോട്ടലാണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂസ് എല്ലാം കൂടെ കൂട്ടി വയ്ക്കുക. n എന്ന് പറയുന്നത് എത്ര ഒബ്സർവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് T²/n എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും കണ്ടുപിടിച്ച് വയ്ക്കുക. ദെൻ കണ്ടുപിടിക്കേണ്ടത് SST ആണ്. SST ഇങ്ങനെ കണ്ടുപിടിക്കും. നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ കുറേ ഒബ്സർവേഷൻ തന്നിട്ടുണ്ടല്ലേ, ആ ഓരോ ഒബ്സർവേഷൻ്റെയും സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ X1 ഉണ്ടെങ്കിൽ X1 സ്ക്വയറിൻ്റെ ഒരു കോളം വരയ്ക്കുക, X2 ഉണ്ടെങ്കിൽ X2 സ്ക്വയറിൻ്റെ ഒരു കോളം വരയ്ക്കുക, X3 ഉണ്ടെങ്കിൽ X3 സ്ക്വയറിൻ്റെ ഒരു കോളം വരയ്ക്കുക. ഈ ഓരോ കോളവും വരച്ച് കണ്ടുപിടിച്ച വാല്യൂ താഴെ നമുക്ക് എഴുതിയിട്ടുണ്ടല്ലേ, അത് ഓരോന്നും എന്ത് ചെയ്യുക, കൂട്ടുക. അതായത് X1 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ പ്ലസ് X3 സ്ക്വയർ. അത് മൂന്നും കൂട്ടിക്കിട്ടിയ വാല്യൂവിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന T²/n കുറയ്ക്കണം. മനസ്സിലായോ? അതാണ് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് SST എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് SSC കണ്ടുപിടിക്കണം. SSC കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ X1, X2, X3 എന്ന് പറഞ്ഞ് കുറച്ച് സാമ്പിൾസ് ആയിരിക്കും നമുക്ക് തന്നേക്കുന്നത്. ചിലപ്പോൾ X4, X5, X6 അത്രയും ഉണ്ടായിരിക്കും. അപ്പോൾ ആ സാമ്പിളുകളുടെ എല്ലാം ഓരോ റോ വൈസ് എന്ത് ചെയ്യണം, കോളം വൈസ് സമ്മ് കണ്ടുപിടിക്കണം. ഇപ്പോൾ X1 എല്ലാം എത്രയുണ്ട്, അതായത് X1 A+B+C ആണ് സിഗ്മ X1 എന്ന് പറയുന്നത്. അതുപോലെ സിഗ്മ X2 കണ്ടുപിടിക്കുക, സിഗ്മ X3 കണ്ടുപിടിക്കുക. അതിൻ്റെ ഓരോന്നിൻ്റെയും സ്ക്വയർ സെപ്പറേറ്റ് ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്തത് ഇപ്പോൾ A², ഇവിടെ B², ഇവിടെ C², ഇവിടെ A² + B² + C² ആണ് ഞാൻ കൂട്ടിയത്. അത് കൂട്ടിയാണ് എനിക്ക് സബ്മേഷൻ X1 സ്ക്വയർ കിട്ടിയത്. ഇവിടെ അങ്ങനെയല്ല, A+B+C ചെയ്യുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, അതായത് ഇവിടെ എനിക്ക് കിട്ടുന്നത് 1, 2, 3 ആയിരുന്നു Aയും Bയും Cയും എങ്കിൽ 1 + 2 3, 3 + 3 6. 6ൻ്റെ സ്ക്വയർ ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. കണ്ട, അപ്പോഴും ഇവിടെ നോക്കി, നമുക്ക് ഈ ഓരോ കോളത്തിൻ്റെയും സം എടുക്കുക. ആ സമ്മിൻ്റെ സ്ക്വയറുകൾ എടുത്തിട്ട് ആ ഓരോ കോളത്തിലും എത്ര ആൾക്കാരുണ്ട്, ഇപ്പോൾ X1 3 ആൾക്കാർ, അതാണ് ഈ സ്മോൾ n1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ X1 സബ്മേഷൻ X1 ദ ഹോൾ സ്ക്വയർ ബൈ സബ്മേഷൻ X1ൻ്റെ സ്ക്വയർ ആണ്, ഞാൻ വീണ്ടും പറയുന്നു, സബ്മേഷൻ X1ൻ്റെ സ്ക്വയർ ബൈ n1, സബ്മേഷൻ X2ൻ്റെ സ്ക്വയർ ബൈ n2, സബ്മേഷൻ X3യുടെ സ്ക്വയർ ബൈ n3. ഇത് ഇത്രയും കൂടെ നോക്കി കൂട്ടിയിട്ട് ആ കിട്ടിയ വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കുക, T²/n കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആരെന്ന് പറയുന്നത്, SSC എന്ന് പറയുന്നത്, ബിറ്റ്വീൻ ദ സാമ്പിൾ. ഇനി അടുത്ത SSE കണ്ടുപിടിക്കണം. അതെന്തെന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ സാമ്പിളാണ്. അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, നമ്മൾ SSTന്ന് എന്ത് കുറച്ചാൽ മതി, SSC കുറച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിനാണ്, നമ്മുടെ മെയിൻ ഇക്വേഷൻ ആയിട്ടുള്ള ഈ MSE/MSE കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇത്രയും ചെയ്യുന്നത്. അതായത് MSE എന്ന് പറയുന്നത് SSC/K-1 ആണ്, MSE എന്ന് പറയുന്നത് SSE/n - K ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
എം എസ് സിയും എം എസ് ഇയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് കണ്ടുപിടിക്കാം. 2 ഇക്വേഷൻ ഉണ്ടല്ലേ എഫ് കണ്ടുപിടിക്കാൻ. ഇതിൽ നിന്ന് ഏത് ഇക്വേഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? അത് നോക്കാനായിട്ട് ഇത്രയും നോക്കിയാൽ മതി. എഫ് കണ്ടുപിടിക്കുന്നതിന് ഗ്രേറ്റർ വാല്യൂ ഉള്ള ആളിന് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നതിൽ എം എസ് സി ആണ് ഗ്രേറ്റർ എങ്കിൽ അത് ന്യൂമറേറ്ററിൽ കൊടുക്കുക, എം എസ് സി ആണ് ഗ്രേറ്റർ എങ്കിൽ അത് ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഏതാണോ നിങ്ങൾക്ക് ഗ്രേറ്റർ കിട്ടുന്ന വാല്യൂ അത് ന്യൂമറേറ്ററിൽ കൊടുക്കുക, ലെസ്സർ കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ കാൽക്കുലേറ്റ് ചെയ്ത എഫിനെ നമ്മളിവിടെ വെച്ച് പറഞ്ഞ് നിർത്തിയേക്കായിരുന്നു അല്ലേ. കാൽക്കുലേറ്റ് ചെയ്ത എഫ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പായിട്ട് ടേബിൾ വാല്യൂ നോക്കുന്നു. ടേബിൾ വാല്യൂ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും, കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് ചെറുത്, ടേബിൾ വാല്യൂ ആണ് വലുതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യും. കാൽക്കുലേറ്റഡ് വാല്യൂ വലുതും ടേബിൾ വാല്യൂ ചെറുതുമാണെങ്കിൽ എച്ച് നോട്ടിനെ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നമുക്കൊരു പ്രോബ്ലം ചെയ്താൽ മാത്രമേ ഇതെല്ലാം ക്ലിയർ ആവത്തുള്ളൂ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇത് നോക്കി, ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ നമുക്ക് കുറച്ച് ഈൽഡ് അതിൻ്റെ വേരിയൻസുമാണ് തന്നേക്കുന്നത്. അപ്പോൾ വെറൈറ്റി തന്നിട്ടുണ്ട്, ഈൽഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. സാമ്പിൾ മീൻ ഈക്വൽ ആണോ നോക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എഫ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്തെങ്കിലും ആൽഫ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ? ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് 0.05 എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. 0.05 എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ. 0.05 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ എടുക്കുന്നു. എടുത്തതിന് ശേഷം ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നു. K-1ഉം N-K ആണ്. അപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത്? എത്ര കോളംസ് ആണ് അവിടെ ഉള്ളത്? 1 2 3 കോളംസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഇവിടെ തിരിച്ചാണ് തന്നേക്കുന്നത്. 1 2 3 ഇവിടെ നിന്ന് ഇങ്ങനെയാണ് തന്നേക്കുന്നത്. 3 കോളംസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ x1 ആയിട്ട് എടുക്കേണ്ടത് 30 27 42, x2 എന്ന് പറയുന്നത് 51 48 31 37 48 42, x3 എന്ന് പറയുന്നത് 44 35 41 36. വേണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ K-1 എന്ന് പറയുന്നത് 3 - 1. അപ്പോൾ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. N എത്രയാണ്? എത്ര ഒബ്സർവേഷൻ ഉണ്ട് എല്ലാം കൂടെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഒബ്സർവേഷൻ ഉണ്ടോ? ഇനിയിപ്പോൾ റിപ്പീറ്റ് വന്നതായിരിക്കും. 1 2 3 4 5 6 7 8 9 10 11 12 12 ഒബ്സർവേഷനാണ് ഉള്ളത്. അപ്പോൾ 12 - K എത്രയാണ്? 3. അപ്പോൾ 12 - 3 9. അപ്പോൾ 2K ആണ്, 29 ആണ് നമുക്ക് കിട്ടിയ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ പോലെ x1ൻ്റെ എല്ലാം സമ്മ്, x2നെ എല്ലാം കൂടെ കൂട്ടി, x3 എല്ലാം കൂടെ കൂട്ടി, x1 സ്ക്വയറുകൾ ഇങ്ങോട്ട് എടുത്തെഴുതി, x2 സ്ക്വയറുകൾ എടുത്തെഴുതി, x3 സ്ക്വയറുകൾ എടുത്തെഴുതി, അതിനെ സമ്മെടുത്തു. എന്ത് കണ്ടുപിടിക്കുന്നു? ടി കണ്ടുപിടിക്കുന്നു. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ. ഇതെല്ലാം കൂടെ കൂട്ടി ടി കണ്ടുപിടിക്കുന്നു. പിന്നെ ടി നമുക്ക് എത്ര കിട്ടുന്നു? 480 എന്ന് കിട്ടുന്നു. പിന്നെ നമ്മൾ എൻ എത്രയാണ്? 12 ആണ്. അപ്പോൾ T²/N ചെയ്ത് നമുക്ക് 19,200 എന്ന് കിട്ടുന്നു. പിന്നെ നമ്മൾ SST കണ്ടുപിടിക്കണം. SST കണ്ടുപിടിക്കാനായിട്ട് ഈ സ്ക്വയറുകളെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഈ വാല്യൂസ്, ഈ 3 വാല്യൂസ് ആഡ് ചെയ്തിട്ട് T²/N ചെയ്യണം. അപ്പം നമുക്ക് 578 എന്ന് കിട്ടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം, -T²/N ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 276 എന്ന് കിട്ടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? SSTയിൽ നിന്ന് SST കുറച്ച് 302 എന്ന് കിട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പം നമുക്ക് MSC എന്ന് പറയുന്നത് 138ഉം MSE എന്ന് പറയുന്നത് 33.56 കിട്ടുന്നു. ന്യൂമറേറ്റർ വേണം വലുതെടുക്കാൻ. അതുകൊണ്ട് MSE/MSE ചെയ്യുന്നു, വാല്യൂ കിട്ടുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് എഫ് കിട്ടിയ കാൽക്കുലേറ്റഡ് വാല്യൂ. ഇനി ഞാൻ എന്ത് കണ്ടുപിടിക്കണം? ടേബിളിൽ നിന്ന് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഞാൻ ടേബിൾ ഒന്ന് എടുക്കട്ടെ, ഒരു സെക്കൻഡ്. ഇതാണ് ടേബിൾ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ടേബിള് ഗ്രൂപ്പിൽ. ഇതിനകത്ത് നോക്കി നമുക്കിപ്പോൾ വന്നേക്കുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം N1ൻ്റെതാണ് മുകളിൽ കൊടുത്തേക്കുന്നത്, N2ൻ്റെതാണ് താഴെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കി N1ന് നമുക്ക് എത്രയാണ് വന്നേക്കുന്നത്? 9 അല്ലേ വന്നേക്കുന്നത്? അല്ല സോറി, 2 വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് എടുക്കേണ്ടത്, 2.
N2 വന്നേക്കുന്നത് 9 ആണ്. അപ്പോൾ ദാ ഇവിടെ. അപ്പോൾ 2 9 എന്താ വന്നേക്കുന്നത് 4. 2 9 വന്നേക്കുന്നത് 4.26 എന്നാണ് വന്നേക്കുന്നത്. കണ്ടോ 4.26. അപ്പോൾ നമുക്ക് നോക്കുക 4.26 ആണ് ടേബിൾ വാല്യൂ വന്നേക്കുന്നത്. നമുക്ക് കിട്ടിയ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 4.112 ആണ്. നമ്മൾ കുറച്ചായാലും കൂടുതലായാലും ആരാണ് കൂടി നിൽക്കുന്നത്? ടേബിൾ വാല്യൂ ആണ് കൂടി നിൽക്കുന്നത്. ടേബിൾ വാല്യൂ കൂടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? H0 അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് H0. ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലെ ടേബിളായിട്ട് നമുക്ക് കാണിക്കാം, നമുക്ക് മനസ്സിലാവാനായിട്ട്. എന്തായാലും ഇതൊരു പ്രോബ്ലമാണ്. നിങ്ങൾ ബാക്കി പ്രോബ്ലങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.